മധ്യകേരളത്തിൽ വേനൽ മഴ തകർക്കുന്നു. എറണാകുളം കോതമംഗലത്ത് വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിന്റെ മേൽക്കൂര തകർന്നതോടെ ഫയലുകൾ വെള്ളത്തിൽ മുങ്ങി. മരങ്ങൾ കടപുഴകി വീണ് വ്യാപക കൃഷിനാശവും ഉണ്ടായി. അതേസമയം ഏപ്രിൽ 2-ാം തീയതി വരെ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. വിവരങ്ങളുമായി നമ്മോടൊപ്പം മനീഷ് ഐഷ മാത്യു ആണ് ചേർന്നത്. മനീഷ്, ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഒരു ആശ്വാസം എന്ന നിലയ്ക്കാണ് നമ്മൾ മഴയെ കണ്ടത്. പക്ഷേ ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ കെടുതികളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 2 പേർ മരണപ്പെടുകയൊക്കെ ഉണ്ടായി. ഇതിപ്പോൾ എവിടെയാണ് സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജലി, തീർച്ചയായും ഈ കനത്ത ചൂടിൽ മഴ ഒരാശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ആശ്വാസം തന്നെയാണ്. പക്ഷേ അപ്പോഴും കനത്ത മഴയിലും കാറ്റിലും എറണാകുളത്ത് വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് എറണാകുളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാറ്റും മഴയും, ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റും കൂടി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ കോതമംഗലം കോട്ടപ്പടി ഭാഗത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്നത്. പഞ്ചായത്ത് ഓഫീസിന്റെ മേൽക്കൂര പറന്നു പോവുകയും അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഫയലുകളൊക്കെ തന്നെ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കുരിശുപള്ളിയുടെ കൊടിമരം അടക്കം വലിയ രീതിയിൽ ആടി ഉലയുന്നൊരു സാഹചര്യം. അതിനോടൊപ്പം വിവിധ തരത്തിലുള്ള കൃഷിനാശങ്ങളും ഉണ്ടായി. പാടങ്ങളിലടക്കം ഈ കൃഷിക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ മഴ ആശ്വാസം എന്ന നിലയ്ക്ക് കാണുമ്പോൾ പോലും മറുവശത്ത് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് കോതമംഗലം ഭാഗത്ത് പ്രത്യേകിച്ച് ഉണ്ടായത്. ഇന്ന് എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോതമംഗലം ഭാഗത്താണ്. അവിടെ വീശിയ ശക്തമായ കാറ്റാണ് ഇതിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത മഴ ഈ ഒരു കനത്ത ചൂടിൽ ആശ്വാസം തന്നെയായിരുന്നു. അഞ്ജലി. ശരി മനീഷ്, വ്യക്തമാണ്.